ഇത് ചൂടുവെള്ളം, ഹോട്ട് വാട്ടർ, ഇത് തണുട്ടോ. അപ്പോൾ കോപ്പർ ഫിറ്റിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല പണിക്കാരല്ലാത്തവർ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് കുത്തി നോക്കി കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ആയാലും ഇതിൻ്റെ ഉള്ളിലുണ്ട് വെള്ളം വരുന്നില്ല, ഫ്ലഷ് ടാങ്കിൽ വെള്ളം വരുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് വന്നതാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പരിപാടിയാണ് എനിക്ക് ചെയ്യുന്നത് കേട്ടോ. ഗൈസ്, ഇതെന്ത് ഇവിടെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് നോക്കാൻ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലഷ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. ഫ്ലഷ് ആവുന്നില്ല. അപ്പോൾ നമ്മളിത് തുറന്നു നോക്കിയപ്പോൾ ഇത് കംപ്ലൈൻറ്റ് ഇല്ല. ഫ്ലോട്ട് വാൽവ് അല്ല കംപ്ലൈൻറ്റ്. അത് നമ്മൾ അഴിച്ചു നോക്കി, ഇത് കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. ഇതെല്ലാം കംപ്ലൈൻറ്റ്. ആക്ച്വലി ഇതിൽ വെള്ളം വരുന്നില്ല. ഇതിൽ വെള്ളം നമ്മൾ ചില സമയത്തേ നമ്മുടെ വീടുകളിലായാലും മറ്റെവിടങ്ങളിലായാലും വെള്ളം വരുന്നില്ല എന്നുള്ളൊരു ഫോൾട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് റിപ്പയർ ചെയ്യുന്നവർ വന്ന് നോക്കുമ്പോൾ ആദ്യം നോക്കണത് ഈ ഫ്ലോട്ടാണ്. ഈ ഫ്ലോട്ടിൻ്റെ കാര്യങ്ങൾ നോക്കും, താത്തി നോക്കും, പൊന്നിച്ച് നോക്കും. അപ്പോൾ വെള്ളം വരുന്നുണ്ടോന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയാലും വെള്ളം വരില്ല. ഈ ഫ്ലോട്ടിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഇത് വേറെ മോഡലാണ്, പല സിസ്റ്റങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആദ്യം നമ്മൾ നോക്കുക, ഇവിടെയാണ് നോക്കുക. ഓക്കെ, ഇവിടെ നോക്കിയിട്ട് ഇത് നമുക്ക് കൺഫേമാണ്, വെള്ളം വരുന്നില്ല, ഇവിടെ കംപ്ലൈൻറ്റ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഓവർഫ്ലോ ആവണതാണ്. ഓവർഫ്ലോ മീൻസ് ഇതിനുള്ളിൽ ഈ വെള്ളത്തിൽ കൂടെ വരുന്ന കരടും മറ്റു കാര്യങ്ങളൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇതിൽ വെള്ളം വരുന്നില്ല, അതാണ് മെയിൻ കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ആംഗിൾ വാൽവ് ഉണ്ട്, ഇതിനടിയിൽ കണ്ടു ഒരു ആംഗിൾ വാൽവ് ഈ ഫ്ലക്സ് പ്രോസസ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ വാൽവ് കംപ്ലൈൻ്റ് ആണ്. മെയിൻ ലൈനിൽ വെള്ളമുണ്ട്. അപ്പോൾ ഈ ആംഗിൾ വാൽവിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പിൻഡിൽ കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ സ്റ്റക്ക് കഴിഞ്ഞാലൊക്കെ വരും. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ റിപ്പയർ ചെയ്യുന്നില്ല, നമ്മൾ റീപ്ലേസ് ചെയ്യണം കേട്ടോ. അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കാരണം എല്ലാവരും പറയും എന്താ വെള്ളം വരുന്നില്ല എന്നാണ് പറയും. ഇതൊക്കെ അമർത്തി നോക്കുമ്പോൾ വെള്ളം വരുന്നില്ലെങ്കിൽ ഇത് സീഫോണാണ്. ഇതിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം വരുന്നുണ്ട്. അത് പൊട്ടി കഴിഞ്ഞാലും വെള്ളം വരില്ല. അങ്ങനെ ഇത് ഇതിൽ വെള്ളം നിറഞ്ഞിരുന്നിട്ട് ഇത് അമർത്തുമ്പോൾ വെള്ളം വന്നില്ലെങ്കിൽ ഇതിനുള്ളിൽ പൊട്ടി കഴിഞ്ഞാലും വെള്ളം വരാത്തതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് അഴിച്ചെടുത്ത് റിപ്പയർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് മൊത്തം ചേഞ്ച് ചെയ്യാം. പല ടൈപ്പും വരുന്നുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ ടൈപ്പാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ആംഗിൾ വാൽവ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഫ്ലെക്സി ബ്ലോസ് ആദ്യം നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം കേട്ടോ. ഇത് ഫ്ലെക്സി ബ്ലോസ് ഏകദേശം ഒരു ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഹാർഡായി കഴിഞ്ഞാൽ അതെന്താ വെച്ചാൽ കുറേ കഴിയുമ്പോൾ പൊട്ടും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് മാറ്റാം, പുതിയതിടാം. കണ്ടോ, ഭയങ്കരമായിട്ട് ഹാർഡായി പോയി. കണ്ടോ, ഹാർഡായത് നമ്മൾ കാണുകയാണെങ്കിൽ അത് മാറ്റാൻ നല്ലത്. കണ്ടോ, പാമ്പിൻ്റെ പത്തി പോലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ലീക്കൊക്കെ ആവാറായിട്ടുണ്ട്. കണ്ടോ, ഇത് ആക്ച്വലി പൊട്ടിയിട്ടുമുണ്ട്. ഇതിൻ്റെ പുറംഭാഗം പൊട്ടിയിട്ട് കുറേ കഴിഞ്ഞാൽ അത് ഉള്ളൊക്കെ പൊട്ടും. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ കൈയോടെ മാറ്റണം കേട്ടോ. അത് വീട്ടിലായാലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആരുടെ അടുത്ത് പണിക്ക് പോവുകയാണെങ്കിലും നമ്മളത് മാറ്റണത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടൂൾസ് അനുസരിച്ച് നമുക്ക് പല രൂപത്തിൽ ഇത് അഴിച്ചെടുക്കാം. അതിന് പ്രത്യേക രീതിയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആ രീതിയിൽ നമുക്കിത് അഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ സ്ഥല സൗകര്യം വളരെയധികം കുറവാണ്. കണ്ടോ, അപ്പോൾ നമ്മളതനുസരിച്ചാണ് വലിയ സ്പ്ലെൻഡർ ഇട്ടപ്പോൾ അവിടെ തട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു അഡ്ജസ്റ്റബിൾ എടുത്തു. സാധാരണ എല്ലാ പണിക്കാർക്കും അറിയാം. ഇത് ആരും ഉണ്ടാവില്ല പണിക്കാരല്ലാത്തവർ വീട്ടിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഇട്ട് കുത്തി നോക്കണം. അതിൻ്റെ ഈ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് കുത്തി നോക്കി കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ആയാലും ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ബ്ലോക്ക് ആകും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കച്ചറയൊക്കെ കയറിയിട്ട് GA സാധനങ്ങളൊക്കെ ആകുമ്പോഴേ, നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് GA അല്ലെങ്കിൽ ഈ വെള്ളത്തിലുണ്ടാകുന്ന കച്ചറകളൊക്കെ വന്നിട്ട് അടഞ്ഞിട്ട് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്ന് അടഞ്ഞൂടെ ബ്ലോക്കായാലും വെള്ളം വരില്ല കേട്ടോ. ഈ വാൽവാണ് കംപ്ലൈൻറ്റ്. ഇത് തിരിയുണ്ടായിരുന്നില്ല, മൊത്തം തിരിയണം. അപ്പോൾ മൊത്തം തിരിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പിൻഡിൽ പൊട്ടിപ്പോയിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മളിത് പുതിയ ഫ്ലെക്സ് ബ്ലോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ബ്ലോസ് കണ്ട ഇതിങ്ങനെ കണ്ട ഇത് വളഞ്ഞിരിക്കില്ല, കണ്ട ഫ്ലെക്സിബിളായിട്ട് നിൽക്കണം. ഇതാണ് ഫ്ലെക്സിബിൾ. ഇത് ഉണ്ടാവണം. ഈ ഹാർഡൻസ് ഉണ്ടാവാൻ പാടില്ല. ഹാർഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറ്റാൻ നല്ലത് കേട്ടോ. കുറേ കഴിയുമ്പോൾ പൊട്ടും. പ്രഷർ ഹൈ ആകുമ്പോൾ അത് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്.
നമ്മളൊരു ആംഗിൾ വാൽവ് കൊടുക്കുന്നുണ്ട് പുതിയത്. മിലാന എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ ആംഗിൾ വാൽവാണ്. ഗൾഫിലൊക്കെ ഏകദേശമൊക്കെ ഈ കമ്പനിക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കണ്ടോ ലോങ് ടൈപ്പ് ഈ ടൈപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് സുഖമാണ് ഫ്ലെക്സിബിൾ ഹോസ് ഫിറ്റ് ചെയ്യാൻ. ചെറിയ ടൈപ്പ് വരുന്നുണ്ട്, സ്മോൾ ടൈപ്പ്. അത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ത്രെഡ് ഇവിടെ വരെ ഉണ്ടാവും. അപ്പോൾ ഇത് കയറി വരുമ്പോൾ പിന്നെ ഈ ഫ്ലെക്സിബിൾ ഹോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഫിറ്റ് ചെയ്യാൻ. കുഴപ്പമില്ല, കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ലോങ് ബോഡി ഉണ്ട്, ലോങ് ബോഡി ആംഗിൾ വാൽവ് എന്നാണ് ഇതിന് പറയുന്നത്. കണ്ടാവും ഇതിൻ്റെ ത്രെഡ് കണ്ടോ, ഇതിൻ്റെ ത്രെഡിന് ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് എന്തായി അത് എന്ത് ചെയ്യാനും റിപ്പയർ ചെയ്യാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇതിൽ വെള്ളം കണ്ടോ കുറേശ്ശെ വരുന്നുണ്ട്. ഞാൻ വാൽവ് അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ടെഫ്ലോൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടോ ഇതിൻ്റെ ഒരു കവർ വരുന്നുണ്ട് കണ്ടോ, ഇതൊരു സ്റ്റോപ്പർ. അതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ തുള വലുതാണെങ്കിലേ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നല്ല ഫിനിഷിംഗ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വരുന്നുണ്ട് കേട്ടോ, ആംഗിൾ വാൽവിൻ്റെ കപ്പ്. ഈ കപ്പ് സ്റ്റീൽ ടൈപ്പാണ് വരണത്. അതിൻ്റെ മുകളിലൊരു കവർ ഉണ്ടായിരിക്കാം. അത് കളയണമെങ്കിൽ കളയാം, കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്നോട്ട് ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റീൽ കണ്ടത്, സ്റ്റീൽ ടൈപ്പ് കാണുന്നില്ലേ? അടിപൊളി. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ വീട്ടിലുള്ളവർക്കും സിമ്പിളായിട്ട് ചെയ്യാം. കുറച്ച് ടെക്നിക്കലായിട്ട് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ടെഫ്ലോൺ ചുറ്റുമ്പോൾ റൈറ്റിലേക്ക് ചുറ്റണം, ലെഫ്റ്റിലേക്ക് ചുറ്റരുത് കേട്ടോ. റൈറ്റിലേക്ക് ചുറ്റുമ്പോഴാണ് നമ്മൾ അതിൽ ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുക. നമ്മൾ ലെഫ്റ്റിലേക്ക് ചുറ്റുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ആ ടെഫ്ലോനൊക്കെ ഊരിപ്പോരും കേട്ടോ. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല, കുറച്ചധികം ചുറ്റാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കൈ കൊണ്ട് പതുക്കനെ നിന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ കറക്റ്റായി കേട്ടോ. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ തുളയർ ഇവിടെ കൊണ്ടുവച്ചു. നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. കണ്ടോ പുറത്തേക്ക് നിൽക്കണുണ്ട്, എത്ര ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. നമ്മളൊരു വിരലൊക്കെ ഇങ്ങോട്ട് പോകും. സുഖമായിട്ട് നമുക്ക് ഈ ഫ്ലെക്സിബിൾ ഹോസ് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യുന്ന കേസൊക്കെ വരുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് ചേഞ്ച് ചെയ്യാം. ഇത് ഈ നമ്മളെപ്പോഴും ഈ ഇങ്ങനത്തെ സ്പാൻഡറൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ കണ്ടോ തുമ്പ് കണ്ടോ, ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം ഇതിവിടെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്രാക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അറിയാത്തവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ക്രാക്കാവാത്ത രീതിയിൽ നമ്മൾ അത് ടൈറ്റ് ചെയ്യണം കേട്ടോ. എപ്പോഴും പണിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിതൊരു സൈഡിലേക്കാക്കി വയ്ക്കുന്നത് കാരണം വെച്ചാൽ നമുക്കത് ഫ്ലെക്സിബിൾ ഹോസ് ഊരാനും ഫിറ്റ് ചെയ്യാനൊക്കെ സുഖമായിരിക്കും. ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ വെള്ളം വരും കണ്ടോ, വെള്ളം വരുന്നുണ്ട് കണ്ടോ. ഇത്ര ഉള്ള പ്രശ്നം കേട്ടോ. അത് കറക്റ്റായില്ലേ. അടുത്തത് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഫ്ലോട്ട് വാൽവ് ഉണ്ട്, ഈ ഫ്ലഷ് ടാങ്കിൻ്റെ അടിയിൽ കേട്ടോ. ഈ സാധനത്തിൽ വെച്ചിട്ടുണ്ടോ നമുക്ക് അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. ഇത് ത്രെഡ് ക്രോസായിട്ട് കയറ്റരുത്. ക്രോസായിട്ട് കയറ്റി കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കാണ്. അതിൻ്റെ ത്രെഡ് പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സത്യത്തിൽ ഇതെല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറയണ കഥകളാണ് അതൊക്കെ. സാധാരണ നമ്മുടെ വീടുകളിൽ ചിലവർ ചെയ്യുമ്പോൾ ഒക്കെ അറിയില്ല. അപ്പോൾ അത് അങ്ങനെ ക്രോസായിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ടെക്നീഷ്യന്മാർ എപ്പോഴും ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളൂ. ഒരാളുടെ മുതൽ നശിപ്പിക്കാനായിട്ട് ആരും തീരുമാനിക്കില്ല. പണി വരും. അപ്പോൾ അത് ഡ്രൈവർമാരായാലും എന്തെങ്കിലുമൊക്കെ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ചത്ത് കിടക്കുകയാണെങ്കിലൊക്കെ അവർ ആന കണ്ടുണ്ടോ ചത്ത് കിടക്കുക എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ തിരിഞ്ഞ് നോക്കും. അപ്പോൾ ഇത് ഫുൾ ടൈറ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇത് തിരിയുണ്ടോ നോക്കണം കേട്ടോ. തിരിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിപ്പോൾ നമുക്ക് ക്യാമറ വയ്ക്കാൻ സ്ഥലമില്ല കേട്ടോ. അതുകൊണ്ടാണ്
ക്യാമറ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണത്, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും വേണം. അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് ഒന്ന് പിടിച്ചാൽ മതി ഇവിടെ കേട്ടോ, തിരിയാണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ അത്യാവശ്യം മീഡിയം രീതിയിൽ അടിയിൽ ടൈറ്റ് ചെയ്യാം കേട്ടോ, അധികം ടൈറ്റ് ചെയ്തു അപ്പോൾ കറക്റ്റായിട്ട് കേട്ടോ. കേട്ടോ അപ്പോൾ സെറ്റപ്പ് ആയിട്ട് ഇനി നമ്മൾ ഈ ഫ്ലെക്സ് ബ്ലോസിൻ്റെ ഈ തല ഇങ്ങനെ കൊടുക്കുക. അപ്പം എന്താ വെച്ചാൽ നമുക്കിത് അടിക്കാനും എന്തെങ്കിലും പണിക്ക് വരുമ്പോൾ സുഖമാണത്. ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, സൗകര്യം പോലെ, നമ്മുടെ സൗകര്യം പോലെ നമുക്ക് അപ്പം അത് കറക്റ്റായിട്ട്. ഓക്കെ, ഇത്രയുള്ള കാര്യം. ഞാൻ വാൽവ് മുകളിൽ പോയി തുറക്കട്ടെ കേട്ടോ. തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് അടിയിൽ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ വാൽവ് ഇരിക്കുന്നത് ഇത് കണ്ടാണ്, ഇതാണ്. ഇത് ചൂടുവെള്ളത്തിൻ്റെയാണ് കേട്ടോ. ഇത് ചൂടുവെള്ളം, ഹോട്ട് വാട്ടർ, ഇത് തണുപ്പ്, ഒക്കെ കോപ്പർ ഫിറ്റിങ്സ് ആണ്. അപ്പോൾ നമുക്കിത് തുറക്കാം. അധികം തുറക്കരുത്. എപ്പോഴും നമ്മൾ ഫുള്ള് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ത്രെഡ് അങ്ങോട്ട് കയറ്റി വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് സ്റ്റക്ക് ആവാനായിട്ട് സാധ്യത വരും. എന്നിട്ട് നമ്മൾ ഇത് തുറന്ന് നോക്കുക, വെള്ളം വരണ്ടേ ഇല്ലേ. ഇനി നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്ത് പോയി തുറന്നു. അപ്പോൾ ഇവിടെ വെള്ളം വരണ്ടോ നോക്കാം. വെള്ളം വരണ്ട് കണ്ടോ, ഇത്രയുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഇനി ആ ഫ്ലോട്ട് ഫിറ്റ് ചെയ്താൽ മതി. ഞാനത് ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം പൂരി മാറ്റി ചെയ്ത കേട്ടോ. അപ്പോൾ ഇതാണ് പണി. അപ്പോൾ ഫ്ലെക്സ് ബ്ലോസും ആംഗിൾ വാലും മാറ്റുന്നതിനെ പറ്റിയിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ. ഇത്രയുള്ള കാര്യം കേട്ടോ. ആണോ, അതിൽ എയറാണ് സൗണ്ട് കേട്ടത്. നമ്മൾ വാൽവ് പറഞ്ഞ എയറാണ് ശബ്ദം കേട്ടോ. പടപടപെടാൻ എയർ വന്നോ പേടിക്കാന്നില്ല. സംഭവം സെറ്റായി.